ഹലോ, ഞാനൊരു വീഡിയോ ഇപ്പോൾ കാണാനിടയായി. പുട്ട് സാമുവൽ കുറച്ച് മെച്ചപ്പെട്ടു എന്നാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. ഇത് പഴയ വീഡിയോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പുട്ട് സാമുവൽ പറയുന്നത് നിങ്ങൾ കുറെ മുസ്ലിം തീവ്രവാദികളും ആരൊക്കെയുണ്ട്, പിന്നെ ഭീകര സംഘടനകളും നിങ്ങളത് അങ്ങനെയാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ, ഇവിടെ ഭീകരവാദവും തീവ്രവാദവും വളർത്താനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടെ ഞങ്ങൾ ഐസൊലേഷനിലാക്കി കളയും, അങ്ങനെ അങ്ങ് ചെയ്ത് കളയും. ഇങ്ങനെ ഇത് എടാ തെണ്ടി തന്തയില്ലാത്ത പുട്ട് സാമുവലെ, നീ ഇതായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ഞാൻ നിനക്ക് നേരത്തെ ഇതിനെ തന്നെ ഞാൻ നല്ലപോലെ വിളിക്കുമായിരുന്നു. നീ ഒരു തെണ്ടിപ്പട്ടിയാണ്. നിന്റെ മോന്ത തന്നെ പന്നിയുടെ മോന്തയാണ്. മനുഷ്യൻ വെറുക്കുന്ന ഒരു ജീവിയാണ് പന്നി. പക്ഷെ നീയൊക്കെ അത് തിന്നും, വെട്ടി തിന്നും. അപ്പൊ നിനക്കൊക്കെ എന്തെല്ലാം അസുഖം പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പന്നി ഇറച്ചി തിന്നിട്ടാണ്. അപ്പൊ ഈ പന്നി തിന്നുന്ന പന്നി, നിന്നെ ഞാൻ വിളിക്കുന്ന പന്നി എന്ന് വിളിക്കുന്ന നീ എങ്ങനെ മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ടാണ്, അല്ല വേറൊന്നുമല്ല. സംഘപരിവാറുകാർ പോലും ഇതുപോലെ മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തില്ല. എടാ നീയും നിന്റെ പിന്നെ സംഘപരിവാറും നിന്റെ കാസയും കൂസയും കൂടെ ചേർന്ന് എന്റെ മുസ്ലിങ്ങളെ ക്ഷൗരം ചെയ്യുമോ? നീ വാടാ, നിങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ട് നീ ഞങ്ങളെ അടുത്ത് നീ ഒന്ന് നേരിടാമെന്നാണ് നീ നീ പറയുന്ന മുസ്ലിം ലീഗുകാർക്ക് എത്ര സീറ്റ് കിട്ടും, ആ സീറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എന്ത് അധികാരം എന്ന് പറയുന്ന കിട്ടാക്കനി ആയിരിക്കണമെന്നാ? വേണ്ടടാ ഞങ്ങൾക്ക് അധികാരം. ഇന്ത്യയിൽ എത്ര മനുഷ്യന്മാരുണ്ട്? ഇന്ത്യയിൽ 25% മുസ്ലിങ്ങളുണ്ട്. ഈ മുസ്ലിങ്ങളിൽ നിന്ന് ഒരു മന്ത്രിയും ഇല്ല ഇന്ത്യയിൽ. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കില്ല. എടാ നീയൊക്കെ എന്ന് പറഞ്ഞാൽ തെണ്ടിപ്പെട്ടികളല്ലേ? നീയൊക്കെ മോണിയുടെ മറ്റൊന്നും താങ്ങി, ആസനവും താങ്ങി, അവന്റെ ഉച്ചിഷ്ടവും ഭക്ഷിച്ച്, അവന്റെ പിന്നെ തീട്ടവും മൂത്രവും തിന്ന് നടക്കില്ലേ നീയൊക്കെ? ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ നിന്നെ പോലുള്ള ക്രിസ്ത്യാനികൾ, ദൈവഭയമുള്ള ക്രിസ്ത്യാനികളല്ല, നിന്നെ പോലുള്ള ക്രിസ്ത്യാനികൾ, തെണ്ടിത്തിന്നികൾ. എന്തും തിന്നും, എന്തും കൂട്ടിക്കൊടുക്കും. നിന്റെ ഭാര്യയെ കൂട്ടിക്കൊടുക്കും, നിന്റെ അമ്മയെ കൂട്ടിക്കൊടുക്കും, നിന്റെ മകളെ സഹോദരിയെ എല്ലാം നീയൊക്കെ കൂട്ടിക്കൊടുക്കണ. ആർക്കും കൂട്ടിക്കൊടുക്കും. നീ പറയും നീ വേണമെങ്കിൽ ഇപ്പൊ ഹിന്ദുക്കളും നിങ്ങളും തമ്മിൽ എന്താണ് സ്വന്തം? എടാ ഞങ്ങൾക്കുള്ള സ്വന്തമൊന്നും നിങ്ങൾക്കില്ല. ഞങ്ങൾ പിന്നെ അങ്ങനെ കൂടാത്തതെന്ന് പറഞ്ഞാൽ സംഘപരിവാറുമായിട്ട് മുസ്ലിങ്ങൾ യാതൊരു കാരണവശാലും സന്ധിയില്ല. അതിനി എങ്ങനെ നീയൊക്കെ ഇനി അവരോടെ കൂടിയാൽ അവർക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് അവർക്കറിയാം. യഹൂദന്മാരെയും നിന്നെയും വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ ആരാണെന്ന് പറയാം. ട്രംപിനെ തന്നെ നീ കണ്ടിട്ടില്ലേ? എങ്ങനെയായിരുന്നു ആദ്യം ഇന്ത്യയുടെ കൂടെ ചേർന്ന് നമ്മുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് മോഡി കൂടി എന്നിട്ട് അവസാനം ചെയ്ത കണ്ട ചതി. അതുപോലെ തന്നെയാണ് ഇനിയും. അപ്പൊ യഹൂദന്മാരും നിങ്ങളും എന്ന് പറയുന്ന ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വർഗം നിങ്ങൾ രണ്ടുപേരുമാണ്. ഹിന്ദുക്കൾക്കറിയാം മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാം. അവർ ബ്ലാക്കിൽ നിന്ന് കുത്തൂല്ല. അവർ നേർക്ക് നേരെയാണ്, പറഞ്ഞ പോലെ ചെയ്യും. അവർ സന്ധിയില്ലാത്ത സമരമാണ് സംഘപരിവാറുമായിട്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ക്രിസംഖ്യൽ എടുത്തായിരുന്നാലും ശരി, പറയാനുള്ളത് കൂടെ പറയും, നേരിടാനുള്ളത് ഞങ്ങൾ നേരിടും, അഭിമുഖീകരിക്കും, യാതൊരു ഭയവും ഇല്ല. അങ്ങനത്തെ ഒരു വർഗമാണ് ഞങ്ങള്. അപ്പൊ നീ അത് മനസ്സിലാക്ക്. അല്ല നിങ്ങളങ്ങ് ക്ഷൗരം ചെയ്ത് കളയും. ഞങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. നീ എന്തിനാ ഞങ്ങളെ ഹിന്ദുക്കളായത്? നീയൊക്കെ കണ്ടില്ലേ ആ ഛത്തീസ്ഗഡിലൊക്കെ കാണുന്നത്? നിന്നെയൊക്കെ കൊല്ലാനായിട്ടാണ് അവർ കിടക്കുക. അതായത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കുക, ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കുക. അതാണ് അവരുടെ അജണ്ട. അത് നിനക്കുമൊക്കെ അറിയാം. പക്ഷെ എന്നാലും കിട്ടുന്ന ഉച്ചിഷ്ടം കിട്ടട്ടെ എന്നാണ് ട്രംപ് അച്ചായനെ വിളിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാന്നൊക്കെയാണ് നീയൊക്കെ വിചാരിച്ചു ചെയ്യുന്നത്. ട്രംപ് അച്ചായനൊക്കെ ഇവിടെ എത്തുന്നേടാ നിന്റെയൊക്കെ ക്രിസ്ത്യൻ മിഷനുമാരാ പിന്നെ ചുട്ടുവന്നില്ലേ ജീപ്പിലിട്ട്? 2 പെണ്ണുങ്ങളെ പൂർണ്ണ നഗരായിട്ട് നടത്തി പിന്നെ ബലാത്സംഗം ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ബലാത്സംഗം ചെയ്ത് ചുട്ടുവന്നില്ലേ? നീയൊക്കെ എന്ത് ചെയ്ത്? എടാ തന്തയില്ലാത്തവന്മാരാണ് നീയൊക്കെ, ആണത്തം ഇല്ലാത്തവന്മാരാണ്. പിന്നെ ആണും പെണ്ണും കേട്ട കൂസന്മാര് പെങ്കൂസന്മാരാണെന്ന് ഞങ്ങൾ വിളിക്കുന്ന. അപ്പൊ ആ വർഗത്തിൽപ്പെട്ടാണ് നീയെല്ലാം. അപ്പൊ നീയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തും കേൾക്കും, സഹിക്കും. പെണ്ണുങ്ങളെയും കൂട്ടിക്കൊടുക്കും, അമ്മയെ കൂട്ടിക്കൊടുക്കും, നിന്റെ ഭാര്യയെ കൂട്ടിക്കൊടുക്കും. ഓ എന്താ തേഞ്ഞു പോണ സാധനമാണെന്ന് ചോദിച്ചിട്ട് മോളെ കൂട്ടിക്കൊടുക്കും. നീയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും നിസ്സാരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെറ്റത്തിനും കാണിക്കാൻ മടിക്കാത്തവരാണ് നീയെല്ലാം. അപ്പൊ അതിലുള്ള ഒരു ജൽപ്പനമായിട്ട് ഞാൻ നിന്റെ ഈ കൊരയലിനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അപ്പൊ നീ മനസ്സിലാക്കാനുള്ള മുസ്ലിങ്ങളെ അങ്ങനെ ആക്കിക്കളയാം, ഉലത്തിക്കളയാന്ന് നീ എന്ന് ചിന്തിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ഈ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം എടാ ലോകത്ത് നിലനിൽക്കുന്ന ഒരു മതം എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ്. അത് അവസാനം വരെയും കാണും. നിനക്കൊന്നും അത് അറിഞ്ഞൂടാ. നീ നിന്റെ തന്തേരെടുത്താ, അയാളുടെ തന്തേരെടുത്താ, അല്ലെങ്കിൽ നീ നല്ല മതപുരോഹിതന്റെ അടുത്ത് പിന്നെ അയാളുടെ അടുത്ത് ചെന്ന് ചോദിക്കണം മുസ്ലിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന്. അപ്പൊ അയാൾ മറുപടി പറഞ്ഞു തരും നിനക്ക്. അയാളുടെ തന്തേരെടുത്താ, അല്ലെങ്കിൽ നീ നല്ല മതപുരോഹിതന്റെ അടുത്ത് പിന്നെ അയാളുടെ അടുത്ത് ചെന്ന് ചോദിക്കണം മുസ്ലിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന്. അപ്പൊ അയാൾ മറുപടി പറഞ്ഞു തരും നിനക്ക്, കേട്ടാ. അപ്പൊ നിന്നെയൊക്കെ ഉള്ള ഇപ്പൊ സീറോ മലബാർ സഭ പോയിരിക്കുകയാണ് മോഡിയെ കാണാൻ, എല്ലാം മനസ്സിലായി. പക്ഷെ ആളുകളെ കൊന്നതും ആളുകളെ ഓടിച്ചതും പിന്നെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ പിടിച്ച കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. ഞങ്ങൾ മോഡിക്ക് പിന്തുണ പ്രഖ്യാപിക്കും. എന്താണ്? എടാ നിന്റെയൊക്കെ കയ്യിലിരിപ്പ് അതാണ്.
നിന്നെയൊക്കെ എപ്പോഴും വേണമെങ്കിലും അകത്താക്കാം. പുറത്തു നിന്ന് പിന്നെ പണം വരുന്നത്, വിദേശങ്ങളിൽ നിന്ന് പണം വരുന്നത്, പിന്നെ ഇവിടെ ആളുകളെ പറ്റിച്ച് ഭൂമി ഉണ്ടാക്കിയതും മറ്റതുണ്ടാക്കിയതും മറിച്ചുണ്ടാക്കി ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയൊക്കെ നീ എല്ലാം കൈവശം വെച്ച് പിടിക്കും. അതൊക്കെ ഈ മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണ് തിരിച്ചു പിടിക്കാത്തത്. അല്ലെങ്കിൽ എന്നേ അവർ തിരിച്ചു പിടിക്കും. മുസ്ലിങ്ങൾ അവരുടെ കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ ഇവിടെ ഇന്ത്യയിൽ ജീവിക്കില്ല, അറിയാം. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ പോവേയില്ല. ഞങ്ങളെ ഇപ്പൊ ഏത് തെണ്ടി ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ ഇല്ല, ഞങ്ങൾ ഒരു ചുക്കും ചെയ്യാനില്ല. അത് നീ മനസ്സിലാക്കിയ. ഈ മുസ്ലിങ്ങളെ നീ ഭീഷണിപ്പെടുത്തി അങ്ങനെ ആക്കിക്കളയാമെന്ന് വിചാരിക്കല്ലേ കേട്ടാ. അത് നിന്റെ തോന്നൽ മാത്രമാണ് എന്ന് പറയാനാണ് ഞാൻ ഇതിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പൊ എടാ തന്തയില്ലാത്ത തെണ്ടി, നിനക്ക് തന്ത എത്ര തന്തയുണ്ടെന്ന് നീ ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ നിന്റെ തള്ളയെടുത്ത് ഒന്ന് ചോദിച്ചു നോക്ക് എത്ര തന്തയുണ്ടെന്ന്. അപ്പൊ അങ്ങനത്തെ ചെറ്റകൾക്കാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും. ഞങ്ങള് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടെ ചേർന്ന് വന്ന എടാ തെണ്ടിപ്പെട്ടി, നീ മനസ്സിലാക്കാനുള്ളത് കേരളത്തിൽ 2 മുഖ്യമന്ത്രിമാരടുത്തുണ്ടായത് ആറാട്ടുമുണ്ടൻ ആന്റണിയും പിന്നെ മനുഷ്യസ്നേഹിയായ ഉമ്മൻചാണ്ടിയും. ആരുടെ പിൻബലത്തിലാടാ മുഖ്യമന്ത്രിയായത്? മുസ്ലിങ്ങളുടെ പിൻബലത്തിലാണടാ. ഇനി ഒരു മുഖ്യമന്ത്രി ക്രിസ്ത്യാനിക്ക് ഉണ്ടാക്കാൻ നോക്കൂ നിനക്ക്? ഇതൊന്ന് കാണണം. RSS കാരൻ ജയിച്ചാൽ പോലും നിന്നെ ഒന്നും മുഖ്യമന്ത്രിയാക്കില്ല. അതിനി ഇവിടെ മുസ്ലിങ്ങൾ തന്നെ. ഇനി ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവാതെ കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. നീ എഴുതി വെച്ചോ. നീ നിന്റെ അച്ഛന്മാരെ, നിന്റെ അമ്മമാരെ, കാര്യം ദൈവം നിന്റെ അളിയനാണ്. നിന്റെ പെങ്ങൾ ഇതിനിപ്പോ കന്യാസ്ത്രീ ആയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ അളിയനാണല്ലോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ അമ്മാവനുണ്ടാവും. നിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അമ്മാവനാണ്. നിന്റെ പെങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാര്യയാണ്. അങ്ങനെയുള്ള കൂട്ടിക്കൊടുക്കുവാർ ദൈവത്തിന് കൂട്ടിക്കൊടുക്കുന്നവന്മാരാണ് നിങ്ങൾ. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള വിശേഷ പിന്നെ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് ഇനി കൂടുതൽ നീ പറയിക്കരുത്. അതുകൊണ്ട് നാവ് അടക്കി വെച്ച് മിണ്ടാതെ. മുസ്ലിങ്ങളെ മണ്ടേ നീ കുതിരാറുള്ളത്, നീ വേറെ ആന മണ്ടയില കുതിരാറ്. മുസ്ലിങ്ങളെ മണ്ടേ കുതിരാറുള്ളത്. എൻ്റെ ഈ താടി ഉണ്ടല്ലോ അത് നുള്ളി പിഴുതെടുക്കും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അഴിച്ച് നിന്റെ പിന്നെ പല്ല് ഞാൻ പൊഴിച്ചിരിക്കും, അത് ഉറപ്പാണ്. നീ മുസ്ലിങ്ങളെ ചടയ്ക്കാനായിട്ട് വരണ്ട എന്ന് പറയാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ജനങ്ങൾ ഇവിടെ സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്നുണ്ട്. അത് പിന്നെ ചിലവന്മാർക്ക് സഹിക്കുന്നില്ല. മുസ്ലിങ്ങളെന്നും ഹിന്ദുക്കളെന്നും ക്രിസ്ത്യാനികളെന്നും പറഞ്ഞ് നീയൊക്കെയാണ് ഈ വേർതിരിവുണ്ടാക്കുന്ന, വിഭാഗീയത ഉണ്ടാക്കുന്ന, വിദ്വേഷം വെറുപ്പും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. പിന്നെ നിന്നെയൊക്കെ പോലുള്ള ചെറ്റുകൾ വന്നിരുന്ന അഭിപ്രായം പറയാൻ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആണായിട്ട് വിഷയം വെച്ച് നടക്കുന്നതിന് എടാ തെണ്ടി. അപ്പൊ അതുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. അല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും എല്ലാ സഹോദരങ്ങളെ പോയി ഈ രാജ്യത്ത് ജീവിക്കും. ഈ രാജ്യത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കും. ഈ രാജ്യത്ത് ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്ത് മരിക്കും. നിന്നെയൊക്കെ പോലെ ഒറ്റ കൊടുക്കൂല രാജ്യത്ത് ഒറ്റ കൊടുത്ത ചരിത്രം സംഘപരിവാറുകാർക്കും ക്രിസ്ത്യൻകൾക്കും മാത്രമാണുള്ളത്. മതേതരവാദികളായ പിന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ രാജ്യത്തിന് വേണ്ടി മരിക്കും. ഞങ്ങൾ മരിക്കും. നിന്നെയൊക്കെ പോലെയല്ല. നീയൊക്കെ സമയം വരുമ്പോൾ ഓടും, ജഡ്ജ് നോക്കാൻ പോവും, അവന്റെയൊക്കെ ബാഗിൽ പോകും. നീയൊക്കെ രാജ്യത്ത് ഒറ്റ കൊടുക്കുന്നവരാണ്. ദേശദ്രോഹികളും രാജ്യദ്രോഹികളും നീയൊക്കെയാണ്. ഞങ്ങൾ ദേശസ്നേഹികളാണ്, രാജ്യസ്നേഹികളാണ്. ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനും വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഞങ്ങൾ സൗഹാർദ്ദത്തിലൂടെ കഴിയാൻ ആഗ്രഹിക്കുന്നത്. അതിന് നീ എന്ന് സംബന്ധിച്ചാൽ നിന്നെയൊക്കെ പോലുള്ള ചെറ്റകളെ ഞങ്ങൾ അടിച്ചോടിക്കും. നിങ്ങളെയൊക്കെ ഐസൊലേഷനിൽ ഞങ്ങൾ വിടും കേട്ടാ. അത് നീ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എടാ പൂഞ്ചത്താടി നിന്നോട് എനിക്ക് പറയാനുള്ളത്. നീ മര്യാദയ്ക്ക് അടങ്ങി ചോദിച്ചാൽ നിനക്കും നിന്റെ മറ്റവർക്കും നല്ലതാണ്. അത് നീ ആലോചിച്ച് നീ പിന്നെ ഇനി നിനക്ക് സമയമുണ്ട്. നീ ചെയ്ത തെറ്റിന്, അതായത് മുസ്ലിങ്ങൾ നീ ആക്കിക്കളയെന്ന് പറഞ്ഞതിന് നീ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കേസാണ്. പറഞ്ഞില്ല എന്ന് വേണ്ട. ഓക്കെ, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.